നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കടുക്കുന്നു. അമേരിക്കയുടെ അതിനൂതനമായ MQ-9 റീപ്പർ ഡ്രോണും F-16 യുദ്ധവിമാനവും വെടിവെച്ചിട്ടതായി ഇറാന്റെ അവകാശവാദം. ഇസ്രായേലിലെ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു. എന്നാൽ ഇറാന്റെ മിസൈൽ നീക്കങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരസേനാ നീക്കത്തിന് പെന്റഗൺ പദ്ധതിയിടുന്നതായി ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഭാഗമായി 3500 US സൈനികർ മിഡിൽ ഈസ്റ്റിലെത്തിയതായി US സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചു. USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിബിയൻസ് അസാൾട്ട് കപ്പലിലാണ് സൈനികർ എത്തിയിരിക്കുന്നത്. ഇതിൽ മറീനുകളും കപ്പൽ പടയാളികളും ഉൾപ്പെടുന്നു. കടൽ വഴിയുള്ള ആക്രമണങ്ങൾക്കും കരയിലേക്ക് നേരിട്ട് സൈന്യത്തെ ഇറക്കി പോരാടാനും ശേഷിയുള്ള സന്നാഹമാണിത്. ഹോർമൂസ് കടലിടുക്കിനും ഖാഗ് ദ്വീപിനും സമീപം തന്ത്രപ്രധാനമായ സൈനിക വിന്യാസമാണ് അമേരിക്ക നിലവിൽ നടത്തുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു പകരം ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 10,000-ഓളം അധിക സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കുന്ന കാര്യം പെന്റഗൺ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ 5,000-ഓളം മറീനുകളും 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരും മേഖലയിൽ സജ്ജമാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സൈനിക നീക്കമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ നേടാമെന്ന് പ്രസ്താവിക്കുമ്പോഴും പെന്റഗണിന്റെ യുദ്ധ പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ സൈനികർക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ദ്വീപ് പോലെയുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരിക്കും അമേരിക്കയുടെ പ്രാഥമിക നീക്കങ്ങൾ എന്നാണ് സൂചന. അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇറാന്റെ സാമ്പത്തിക സൈനിക നട്ടെല്ലുകളെയാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാഗ് ദ്വീപിൽ നിന്നാണ്. ഈ ദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഹോർമൂസ് കടലിടുക്കും അമേരിക്ക നോട്ടമിടുന്നുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാൻ നാവികസേന വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ നിയന്ത്രിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക അത്തരം ഒരു മേഖലയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം നടത്തുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഘട്ടത്തിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ആണവ വ്യാപന കരാറിൽ നിന്നും ഇറാൻ പിന്മാറുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ആണവ നിർവ്യാപന കരാറിൽ നിന്നും അത് തുടർന്നു പോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇറാന്റെ പ്രതിനിധികൾ പറയുന്നത്. മാത്രമല്ല, ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാന്റെ പാർലമെന്റ് കൂടിയിട്ടില്ല. എന്നാൽ അടിയന്തര പ്രമേയം എന്ന രീതിയിൽ ഈ ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുന്ന കാര്യം ചർച്ചയിൽ വെക്കണമെന്നും അത് തീരുമാനമെടുക്കണം അടിയന്തരമായി എന്നുള്ള ആവശ്യം വ്യാപകമായി ഉയരുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലിനെയും ആക്രമിക്കാൻ ഇറാനും സജ്ജമാവുകയാണ്. ആണവായുധം പ്രയോഗിച്ചേക്കുമെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടരുന്ന സാഹചര്യമാണുള്ളത്. ഊർജ്ജ നിലയങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതി 2 ദിവസമായി ഇല്ല എങ്കിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഗൾഫിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടക്കുന്നുണ്ട്.